ബി.ജെ.പിക്ക് കേരളത്തിൽ ശുഭസൂചകമായിട്ടാണോ കാര്യങ്ങൾ തെളിയുന്നത്? പലവട്ടം ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടായ കാലത്ത് അത് വേണ്ട തരത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ഒരു കാര്യം പറയാം, ബി.ജെ.പി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 10 വർഷത്തിന് മുമ്പ് നേടിയ വോട്ട് വിഹിതമല്ല ഇപ്പോൾ ബി.ജെ.പി നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് ഇനി വോട്ട് വിഹിത വർധനവല്ല, സീറ്റുകൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. വോട്ട് വിഹിത വർധനവ് എന്നുള്ളതിൻ്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്ര കോർപ്പറേഷൻ, ഇത്ര മുനിസിപ്പാലിറ്റി, ഇത്ര വാർഡുകൾ, 4000-ലധികം വാർഡുകൾ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നാണ്. 11 മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. 2 കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കണം. ഇത് രണ്ടും ബി.ജെ.പിയുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെയാണ് നിൽക്കുന്നത്. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് കോർപ്പറേഷനിൽ വരുന്നത്. കോർപ്പറേഷനിൽ തൃശ്ശൂർ എടുക്കുന്നതിൻ്റെ കാരണം എല്ലാവരുടെയും പ്രവചനത്തെ തെറ്റിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് തൃശ്ശൂർ പാർലമെന്റിൽ ഉണ്ടായ വിജയവും വൻ ഭൂരിപക്ഷം അത് തദ്ദേശത്തിലും ആവർത്തിക്കും എന്നാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നറിയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ 6 ഇടങ്ങളിലാണല്ലോ ബി.ജെ.പി മുമ്പിൽ നിന്നത്. ഗുരുവായൂർ മാത്രമാണ് പിന്നിലോട്ട് പോയത്. അതൊരു മുസ്ലിം മണ്ഡലമായതുകൊണ്ടാണ് അവിടെ അല്പം പിറകിൽ നിൽക്കേണ്ടി വന്നത്. പക്ഷെ അതിനും ഇനിയുള്ള കാലത്ത് മാറ്റം ഉണ്ടാകും, അത് അതിവിദൂരമൊന്നുമല്ല. അപ്പൊ തൃശ്ശൂരിൽ ഈ കോർപ്പറേഷൻ പിടിച്ചു കഴിയുമ്പോൾ തന്നെ ഇവർക്ക് കണക്ക് കൂട്ടുന്നുണ്ട് അത് നിയമസഭയിലേക്ക് കൂടി എത്താനുള്ള വഴി എവിടെയൊക്കെ ആണ്, ഏതൊക്കെ മണ്ഡലത്തിലാണ് തുറക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ തിരുവനന്തപുരത്താണ് എപ്പോഴും വളരെ അഭിമാനകരമായിട്ടുള്ള പോരാട്ടം നടന്നിട്ടുള്ളത്. ഇപ്പൊ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ നമ്മൾ എല്ലാവരും കരുതിയത് തൃശ്ശൂരിനൊക്കെ മുന്നേ തിരുവനന്തപുരമായിരിക്കും പാർലമെന്റിൽ ആദ്യം എത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങോട്ടേക്ക് കൈ എത്തുന്ന ദൂരത്ത് അടുക്കുമ്പോഴേക്ക് തട്ടിക്കളയുന്ന ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു 2-3 തവണയായിട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനിയുള്ള പ്രവർത്തനം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതാണ് ബി.ജെ.പിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ മുമ്പോട്ട് വെച്ചു. ഈ മാസ്റ്റർ പ്ലാൻ കേരളത്തിൻ്റെത് ഇതൊന്നുമല്ല, അത് കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ വന്നതാണ്. അതുകൊണ്ടാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഈ 2 കോർപ്പറേഷനുകൾ നേരിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും. ഇവിടെ വിജയം ഉണ്ടായിരിക്കണം എന്നാണ് താഴെത്തട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5-2 മാസത്തിന് മുമ്പ് അമിത്ഷാ കേരളത്തിൽ വന്ന് ഓരോ തലത്തിലുള്ളവരുമായിട്ടും ചർച്ചകൾ നടത്തിക്കഴിഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. അന്ന് തന്നെ അമിത്ഷാ പറഞ്ഞത് 2026 കേരളം ഭരിക്കും എന്നാണ്. അത് ഇപ്പോഴും നമുക്ക് നിസാരമായിട്ടോ ഒരു ഹാസ്യരൂപേണയോ തള്ളിക്കളയേണ്ട കാര്യം അല്ല. കാരണം പറഞ്ഞത് അമിത്ഷായാണ്. അത് അമിത്ഷാ പറയുന്നുണ്ടെങ്കിൽ അത് ഫലപ്രാപ്തിയിലെത്തുന്നു എന്ന് സാരം. അങ്ങനെയുള്ള ഇതിനകത്ത് കേരളത്തില് ബി.ജെ.പിക്ക് നിരവധി മണ്ഡലങ്ങളിലാണ് സാധ്യത പോലും നിൽക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ബി.ജെ.പി തദ്ദേശത്തിൽ വലിയ ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കുന്നത്. അതിലൂടെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നെന്ന് പറയുന്നത് തദ്ദേശത്തിലൂടെ തന്നെ നിയമസഭയിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാനമായും പിടിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഈ വൻനിര സ്ഥാനാർത്ഥികളെ തന്നെ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത്. ശ്രീലേഖ IPS പോലുള്ള ഒരു പ്രഗത്ഭ വ്യക്തിയെ കൗൺസിലർ സ്ഥാനത്തേക്കല്ലല്ലോ പരിഗണിക്കേണ്ടത്. പക്ഷെ അവിടെ ഇതിപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഈഗോ ബി.ജെ.പി മാറ്റി നിർത്തിയിരിക്കുകയാണ്.
സ്ഥാനാർത്ഥികളും അങ്ങനെ ആ തരത്തിലുള്ള ഈഗോയിലേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഏത് തരത്തിലും മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട്, അതാണ് ഈ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ കോൺഗ്രസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ BJP നിർത്തിയിരിക്കുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീലേഖ ആയിരിക്കും. BJP വന്നു കഴിഞ്ഞാൽ ശ്രീലേഖ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയർ. തിരുവനന്തപുരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് ശ്രീലേഖ IPS വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് പുതിയൊരു മാനം ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം. തിരുവനന്തപുരം വളരുകയാണ്. പല കേന്ദ്ര പദ്ധതികളും തിരുവനന്തപുരത്തിന് കിട്ടാനുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം തൃശ്ശൂരിനുണ്ടായിട്ടുള്ള വികസനം. ഈ വികസന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപി അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ശക്തൻ മാർക്കറ്റിന്റെ കാര്യം വളരെ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ നഗരവികസനം, തൃശ്ശൂർ നഗരവികസനം, തേക്കിൻകാട് മൈതാനം, ആ തേക്കിൻകാട് മൈതാനം അതിൻ്റെ ആ ഒരു ഇപ്പോഴുള്ള ഒരു വിസ്തൃതിയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നഗരത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊരു നഗരത്തിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണല്ലോ തൃശ്ശൂരിനുള്ളത്. തൃശ്ശൂർ വടക്കുന്നാഥന്റെ അതൊരു റൗണ്ടാണല്ലോ, തൃശ്ശൂർ റൗണ്ട് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ അതിനെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ നിലനിർത്തുക എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ കേന്ദ്ര വിഹിതം തന്നെ സുരേഷ് ഗോപി നേടിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തൃശ്ശൂരിനുണ്ടാക്കാൻ പോകുന്ന വലിയ വികസന കാര്യങ്ങളാണ്. സാംസ്കാരിക തലസ്ഥാനമാണ് അത്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ മുന്നിലേക്ക് പോകേണ്ട ഇടവും ആയിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം വളരെ പിന്നിലല്ലേ എല്ലാ കാലത്തും. എത്രയോ പേര് മാറി മാറി ജയിച്ചു പോയിട്ടുള്ള MP-മാരൊക്കെ തന്നെ കൂടുതൽ പേരും വരുത്തന്മാരായിരുന്നു. ഒടുവിൽ വന്ന് ശശി തരൂർ വരെ വന്നു നിൽക്കുമ്പോൾ തിരുവനന്തപുരത്തുകാരായിട്ട് ഉണ്ടായിരുന്നത് ചാൾസും VS ശിവകുമാറും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നു. ചാൾസ് 2-3 വട്ടം ജയിച്ചു, ഒരു കാര്യവും നേടിയിട്ടില്ല. പാർലമെന്റിൽ കാര്യങ്ങൾ ചോദിക്കാൻ പോലും എഴുന്നേക്കാറില്ല. മുണ്ട് മുറുക്കി കൊടുക്കാനാണ് അദ്ദേഹം എഴുന്നേക്കുന്നതെന്നൊക്കെ പരിഹാസ രൂപേണയൊക്കെ പറയുകയുണ്ടായി. ഇപ്പൊ ശശി തരൂർ 4 തവണയായിട്ട് വിജയിച്ചു പോകും. തിരുവനന്തപുരത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല എന്ന് വ്യക്തമായി പറയാവുന്ന കാര്യമാണ്. യാതൊരു തരത്തിലുള്ള വികസനവും ഒരു മണ്ഡലം എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ കാഴ്ചപ്പാട് ശശി തരൂരിനില്ല. ശശി തരൂരിൻ്റെ ലെവലും ശശി തരൂരിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ വേറൊരു തരത്തിലാണ്. എന്നാൽ അതിന് തക്കതായ അനുയായികളെ താഴേക്ക് തരൂര് വെച്ചിട്ടുമില്ല. അങ്ങനെ വന്നാലല്ലേ മണ്ഡലത്തിനകത്ത് നിറഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. ഒരു MP-ക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓടി നടക്കാൻ പ്രായോഗികമായിട്ട് പറ്റത്തില്ലായിരിക്കാം. പക്ഷെ അത് മറ്റു തരത്തിൽ ഉപയോഗിക്കണം. അവിടെയും കഴിയാതെ പോയി ശശി തരൂരിന്. അതാണ്. പിന്നെ തരൂർ എന്തുകൊണ്ട് വിജയിച്ചു പോകുന്നു എന്ന് ചോദിച്ചാൽ തരൂരിൻ്റെ ഒരു പ്രൊഫൈൽ കൊണ്ട് മാത്രം വിജയിക്കുന്നതാണ്, അല്ലാതെ വിജയിക്കുന്നതല്ല. അവിടെയാണ് ഇനിയിപ്പോൾ BJP ഉണ്ടാക്കാൻ പോകുന്ന ഇടം. ഇത് തദ്ദേശത്തിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു നേട്ടത്തിന്റെ വലിപ്പം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.